യെസ്, മുണ്ടകയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഒരു കോൺക്രീറ്റ് വീട് അത് നിലം പതിച്ചിരിക്കുകയാണ്. മണ്ണിനടിയിലേക്ക് താഴ്ന്ന നിലയിലാണ് കണ്ടെത്തിയത്. അതിനകത്ത് 5 പേരുണ്ട് എന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അവിടെ ലഭ്യമായിരിക്കുന്ന ഉപകരണങ്ങൾ, വലിയ ഉപകരണങ്ങളൊന്നുമില്ല, ഹാമർ അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് ഭാഗം കട്ട് ചെയ്തുകൊണ്ട് അതിനുള്ളിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യമാണ് നേരത്തെ തുടങ്ങിയിരിക്കുന്നത്. ഒരു കുട്ടിയെ അവിടെ നിന്ന് കണ്ടെത്തിയതായുള്ള വാർത്തകൾ കൂടി നേരത്തെ പുറത്ത് വന്നിരുന്നു. ഇനിയും കൂടുതൽ ആളുകളുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ തുടരുമ്പോൾ ഇപ്പോൾ ഈ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ സ്ഥലത്തേക്ക് വലിയ JCB പോലുള്ള അല്ലെങ്കിൽ ചെറിയ ഹിറ്റാച്ചി പോലുള്ള ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ സൈന്യം അവിടെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വേലി പാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റാച്ചി അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ട് കൂടുതൽ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടത്തുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരുപാട് മനുഷ്യരുടെ സഹായം, വിഭവശേഷി ആവശ്യമായി വരുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉപകരണങ്ങൾ എത്തിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതൽ ലളിതമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. വൈകുന്നേരത്തോടുകൂടെ പാലം തയ്യാറായി കഴിയുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനവും തുടരും. അപകടത്തിൽപ്പെട്ടവർക്കായി നിലമ്പൂർ വനമേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. 37 മൃതദേഹങ്ങളും 28 ശരീരഭാഗങ്ങളുമാണ് പോത്തുകൽ, മുണ്ടേരി ഭാഗങ്ങളിൽ നിന്നായി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. മുണ്ടേരി നായ്ക്കയം ഉൾവനത്തിൽ തെരച്ചിൽ നടത്തുന്നവർക്കൊപ്പം മീഡിയ വൺ സംഘവുമുണ്ട്. ജംഷീർ കൊടിഞ്ഞി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുഴയുടെ ഉൾവനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹങ്ങളാണ് ഇപ്പോൾ അക്കരയ്ക്ക് ഉള്ളത്. അത് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷാദൗത്യം ദുഷ്കരമായ ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഉൾവനമാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകർ വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന പ്രദേശവാസി തന്നെ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നു. ഇന്നിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 6ാമത്തെ ബോഡി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റോപ്പ് വെച്ച് കൊണ്ടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ ട്യൂബിലെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരും. വേറെയും ബോഡി ഉണ്ടെന്ന് പറയുന്നുണ്ട് മോൾ ഭാഗത്ത്. ഇപ്പം ഒരു സ്ഥലത്തു നിന്നാണ് ഒരു തിരുട്ടിയാണ്. ആ തിരുട്ടിമേൽ വെച്ചിട്ട് ഒരു 6 ബോഡി കിട്ടി. അതാണ് കാണുന്ന 6 ബോഡികളുണ്ട് ഇപ്പം ഉള്ളത്. മുകളിലേക്ക് എല്ലാ ടീമും പോയിട്ടുണ്ട്. അവിടുത്തെ വിവരങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ മൃതദേഹങ്ങൾ ഉണ്ടോ സംശയമുണ്ട്. ആ ഭാഗത്തും ഉണ്ടെന്നുള്ളത്. ഇവിടെ തന്നെ ഉണ്ടോന്ന് സംശയമുണ്ട്. ഇനി അവിടെ പുഴയൊക്കെ നല്ല കുത്തൊഴുക്കുള്ളൊരു കുത്തൊഴുക്കുണ്ട്. ഇവിടെ നിൽക്കണൊക്കെ അക്കരെ നീന്തി കയറാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരു രക്ഷയില്ലാണ്ട് കയറാൻ പോകാൻ. ആ മൃതദേഹങ്ങളെ കൊണ്ടെത്തിക്കാൻ റോപ്പല്ലാതെ മറ്റുള്ള വഴി ട്യൂബ് അല്ലെങ്കിൽ ബോട്ട് അങ്ങനെ എന്തെങ്കിലും ബോട്ടുകളൊന്നും എത്തിയില്ല. പക്ഷെ അവിടെ താഴത്തുണ്ട്, ഇവിടേക്ക് എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും വളരെ ദുഷ്കരമായ രക്ഷാദൗത്യമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ആ മൃതദേഹങ്ങൾ കയറിലൂടെ റോപ്പ് വഴി ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് മൃതദേഹങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മറ്റൊരു മൃതദേഹം കൂടി റോപ്പിൽ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാമെന്ന് തോന്നുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ മറ്റൊരു മൃതദേഹം കൂടി ഇപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പം 6 മൃതദേഹങ്ങളായിരുന്നു അപ്പുറത്ത് ലഭിച്ചിരുന്നത്. അതിൽ 2 മൃതദേഹങ്ങൾ, ഒരു മൃതദേഹം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. ഇനി മറ്റൊരു മൃതദേഹം കൂടി റോപ്പ് വഴി ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ 2ാമത്തെ മൃതദേഹവും ഇക്കരയ്ക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും മൃതദേഹ അവശിഷ്ടങ്ങളാണ് ലഭിക്കുന്നത്. അത് ഇപ്പോൾ ആ മൃതദേഹം ഇങ്ങോട്ടേക്ക് ഇക്കരയിലേക്ക് എത്തിക്കാൻ റോപ്പ് വഴി എത്തിക്കുകയാണ്. ഇപ്പോൾ 2ാമത്തെ മൃതദേഹമാണ് ഇവിടെ നിന്ന് ഇക്കരയിലേക്ക് എത്തിക്കുന്നത്. അത് ഇക്കരയിലേക്ക് എത്തിച്ചതിന് ശേഷം ചുമന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് താഴേക്ക് എത്തിക്കേണ്ടത്. അതിനുശേഷം ആയിരിക്കും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ട്രാക്ടറുകളോ ജീപ്പുകളോ ഉപയോഗിച്ച് താഴേക്ക് എത്തിക്കണം. അതിനുശേഷം അവിടെ നിന്നാണ് ആംബുലൻസുകൾ വഴി നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടത്. സമാനമായ രീതിയിൽ മുകളിലും ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. മുകളിലേക്ക് പോകും തോറും അത് കൂടുതൽ ദുഷ്കരമായ കാര്യമാണ്. പക്ഷേ രക്ഷാപ്രവർത്തകർ അതിന് തയ്യാറായി തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ട തയ്യാറെടുപ്പുകളോടി തന്നെയാണ് വിവിധ സംഘടനകൾ, അതോടൊപ്പം തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോകുന്ന കാഴ്ചയാണ് നമുക്ക്
ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ ഉൾവനത്തിലാണ് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. ഇവിടുന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയാണ് മേപ്പാടി ഉള്ളത്. ആ ഭാഗത്തിൻ്റെ താഴ്ഭാഗത്തേക്കാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ പുഴയ്ക്ക് അരികിലൂടെ വനത്തിലൂടെ പോകുന്നത്. പ്രത്യേകിച്ച് വലിയ വനമാണ്, കാട്ടാന പോലുള്ള വന്യമൃഗശല്യങ്ങൾ ഉള്ള വനമാണ്. ആ വനത്തിലൂടെ അതിൻ്റെ ഓരം ചാരിയാണ്, പുഴയുടെ ഓരം ചാരിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് പോകുന്നത്. ധാരാളം മരത്തടികൾ, ആ മരത്തടികൾക്കൊപ്പം ഇതിനൊപ്പം തന്നെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്ന ഒരു കാഴ്ച. അത്തരത്തിൽ വളരെ ദയനീയമായ, ഏറെ സങ്കടകരമായ കാഴ്ചകളൊക്കെയാണ് ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തകർ വലിയ തരത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, കൈമൈ മറന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് എന്നതുകൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്.